ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ സ്റ്റോക്ക് ഐറ്റം മാസ്റ്റർ എങ്ങനെ എക്സലിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം, അതുപോലെ സ്റ്റോക്ക് ഐറ്റവുമായി ബന്ധപ്പെട്ട മറ്റു മാസ്റ്റേഴ്സ്, ഉദാഹരണത്തിന് യൂണിറ്റ് ഓഫ് മെഷർ, സ്റ്റോക്ക് ഗ്രൂപ്പ് എന്ന് തുടങ്ങിയിട്ടുള്ള മാസ്റ്റേഴ്സ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്കാദ്യം ടാലി ഓപ്പൺ ചെയ്യാം. ഇമ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനായി Alt O പ്രസ് ചെയ്യുക. നമുക്കിനി എക്സൽ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. അതിനായി മാനേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ സാമ്പിൾ എക്സൽ ഫയൽ, അതിൽ മാസ്റ്റേഴ്സ്. ഇനി കോൺഫിഗർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ്പോർട്ട് സാമ്പിൾ ഫയൽ ഫോർ എന്ന് കാണാം. ഒരു തവണ കൂടി എൻ്റർ കീ പ്രസ് ചെയ്യുക. നമുക്ക് സ്റ്റോക്ക് ഐറ്റംസ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്, സ്റ്റോക്ക് ഐറ്റവും റിലേറ്റഡ് മാസ്റ്റേഴ്സും. അതുകൊണ്ട് നമുക്ക് ഓൾ ഇൻവെന്ററി മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഈ സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്യാം. Ctrl+A. അതിനുശേഷം എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മുടെ ടെംപ്ലേറ്റ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടെംപ്ലേറ്റിൽ താഴെ കുറേ ഷീറ്റ്സ് കാണാം. ആദ്യത്തെ ഷീറ്റ് സ്റ്റോക്ക് ഐറ്റം, അടുത്ത സ്റ്റോക്ക് ഐറ്റം റീഡ്മി, ഇങ്ങനെ ഒരുപാട് ഷീറ്റുകൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഷീറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടാലിയിലേക്ക് സ്റ്റോക്ക് ഐറ്റം, സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, യൂണിറ്റ്സ് ഓഫ് മെഷർ ഇതൊക്കെ നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു എക്സൽ ടെംപ്ലേറ്റിൽ താഴെ കുറെ റീഡ്മി ഷീറ്റ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഈ റീഡ്മി ഷീറ്റ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് നമ്മുടെ പാർട്ട് 1 വീഡിയോയിൽ, അതായത് എക്സൽ ഇമ്പോർട്ട് പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രധാനമായും അഡീഷണൽ ഫീൽഡ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇവ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അഡീഷണൽ ഫീൽഡ്സ് എല്ലാം ഇൻസേർട്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു എക്സൽ ടെംപ്ലേറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാം. ഈ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ്, അതിൽ നമ്മൾ ഡാറ്റ ഇൻപുട്ട് ചെയ്തു എന്ന് മാത്രം. ആദ്യം നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് ക്ലോസ് ചെയ്യാം. ഇതാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്ത, അഡീഷണൽ ഫീൽഡ്സ് ഇൻസേർട്ട് ചെയ്ത ടെംപ്ലേറ്റ്. ഇവിടെ യെല്ലോ കളറിൽ അല്ലാതെ കൊടുത്തിരിക്കുന്ന കോളം ഹെഡേഴ്സ് എല്ലാം നമ്മൾ അഡീഷണൽ ആയി ഇൻസേർട്ട് ചെയ്ത ഫീൽഡുകളാണ്. ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്തു എന്ന് പറയാം. നമ്മളിവിടെ റീഡ്മി ഷീറ്റിൽ വന്നു. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഫീൽഡ് നെയിം കോപ്പി ചെയ്തു. അത് നമ്മളിവിടെ കോളം ഹെഡറായി കൊടുത്തു. ഉദാഹരണത്തിന് സ്റ്റോക്ക് കാറ്റഗറി. നമ്മൾ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോക്കിന്റെ കാറ്റഗറി നെയിം കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്റ്റോക്ക് ഐറ്റം റീഡ്മി ഷീറ്റിൽ നിന്നും കാറ്റഗറി എന്ന ഫീൽഡ് നെയിം കോപ്പി ചെയ്ത് സ്റ്റോക്ക് ഐറ്റം ഷീറ്റിലെ കോളം ഹെഡറായി നമ്മൾ പേസ്റ്റ് ചെയ്തു. അതിനുശേഷം അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റ് അഡീഷണൽ ഫീൽഡുകൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അതിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. നമുക്കിവിടെ ടോട്ടൽ 131 സ്റ്റോക്ക് ഐറ്റംസ് ആണ് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ നമുക്ക് സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് കാറ്റഗറി, അതുപോലെ യൂണിറ്റ്സ് ഓഫ് മെഷർ ഇത് നമുക്ക് ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ആ ഷീറ്റ്സും ഞാനിവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്റ്റോക്ക് ഗ്രൂപ്പ്. ഇവിടെ അഡീഷണൽ ആയി ഒരു ഫീൽഡ് ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഷുഡ് ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റംസ് ബി ആഡഡ് എന്ന ഫീൽഡ്. അത് ഞാൻ യെസ് എന്നാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് സ്റ്റോക്ക് കാറ്റഗറി. അടുത്തത് യൂണിറ്റ്സ് ഓഫ് മെഷർ. യൂണിറ്റ്സ് ഓഫ് മെഷറിൽ ഞാനിവിടെ അഡീഷണൽ ആയി 4 ഫീൽഡുകൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവ ഓരോന്നും ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്റ്റോക്ക് ഐറ്റം മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് മാസ്റ്റർ അല്ല. അതായത് നമ്മുടെ സ്റ്റോക്ക് ഗ്രൂപ്പിനെയും കാറ്റഗറിയെയും യൂണിറ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിപ്പെൻഡന്റ് മാസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇൻഡിപെൻഡന്റ് മാസ്റ്റേഴ്സ് വേണം ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ. അതായത് സ്റ്റോക്ക് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ആ സ്റ്റോക്കിന് അവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മാസ്റ്റേഴ്സ് വേണം നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യാൻ. അതിനുശേഷം വേണം സ്റ്റോക്ക് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാൻ. നമുക്കിനി ഈ ഷീറ്റ് ക്ലോസ് ചെയ്ത് ടാലി ഓപ്പൺ ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യുന്നതിനായി Alt+O പ്രസ് ചെയ്യുക. അതിനുശേഷം മാസ്റ്റർ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയൽ സെലക്ട് ചെയ്യണം. ഡാറ്റ ഓൾ ഇൻവെന്ററി മാസ്റ്റേഴ്സ്. എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വർക്ക്ഷീറ്റ് നെയിം സെലക്ട് ചെയ്യുക. നമുക്ക് ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ് ആണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് ഷീറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഡിഫോൾട്ട് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുക. ടൈപ്പ് ഓഫ് മാസ്റ്ററായി സ്റ്റോക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. മോഡിഫൈ വിത്ത് ന്യൂ ഡാറ്റ ബിഹേവിയർ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ സമ്മറി.
നമുക്കിവിടെ ടോട്ടൽ 31 സ്റ്റോക്ക് ഗ്രൂപ്പാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ട് ചെയ്യുന്നതിനായി ഐ എന്ന കീ പ്രസ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇമ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡിസ്പ്ലേ, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്. 31 സ്റ്റോക്ക് ഗ്രൂപ്പ്സ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഗേറ്റ്വേ ഓഫ് ടാലിയിലേക്ക് വരാം. വീണ്ടും Alt+O. മാസ്റ്റേഴ്സ്, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റോക്ക് കാറ്റഗറി ഇമ്പോർട്ട് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ എൻ്റർ കീ പ്രസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് കാറ്റഗറി ഇമ്പോർട്ട് ആയിട്ടുണ്ട്. വീണ്ടും Alt+O. ഇനി നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർ ഇമ്പോർട്ട് ചെയ്യാം. അടുത്തത് സ്റ്റോക്ക് ഐറ്റം. ടോട്ടൽ 131 സ്റ്റോക്ക് ഐറ്റംസ്. ഇനി നമുക്ക് വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കാം. നമ്മുടെ എല്ലാ സ്റ്റോക്ക് ഐറ്റംസും ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊന്ന് എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇത് സ്റ്റോക്ക് ഐറ്റം ഗ്രൂപ്പ് വൈസ് വ്യൂ ആണ്. നമുക്ക് ഇവിടെ നിന്നും F5 കീ പ്രസ് ചെയ്ത് ഐറ്റം വൈസ് വ്യൂ എടുക്കാം. ടോട്ടൽ 131 സ്റ്റോക്സ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് GST യൂട്ടിലിറ്റീസ് എടുക്കാം. ഇതിൽ GST റേറ്റ് സെറ്റപ്പ്, സ്റ്റോക്ക് ഐറ്റംസ്. ഇത് നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത സ്റ്റോക്ക് ഐറ്റംസിന്റെ GST റേറ്റ് വൈസ് വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസും റിലേറ്റഡ് മാസ്റ്റേഴ്സും ടാലിയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ട്രാൻസാക്ഷൻസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.